നമസ്കാരം. നമ്മളിന്ന് കാണാൻ പോകുന്നത് POS ഡിവൈസുകളാണ്. POS എന്ന് പറഞ്ഞാൽ നമ്മുടെ ബില്ലിംഗ് സിസ്റ്റം. നമ്മളൊരു ബില്ലിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഗ്രോസറി അല്ലെങ്കിൽ ഒരു റീറ്റെയിൽ ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ ഇതുപോലുള്ള സിസ്റ്റംസ് എല്ലാം നോക്കാറുണ്ട്. അപ്പോൾ ഒരു വലിയൊരു ബഡ്ജറ്റൊക്കെ കാണുമ്പോൾ നമ്മൾ ഇട്ടേച്ചും പോകും. നമ്മൾ സ്വന്തമായിട്ട് കൈകൊണ്ടൊക്കെ എഴുതി കൊടുക്കും. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടേക്ക് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഇവിടെ പരിചയപ്പെടാനുണ്ട്. എല്ലാം നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അതിൻ്റെ പ്രൈസ് അടക്കം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഏതാണ് ഇപ്പം നമുക്കൊരു ടച്ച് സ്ക്രീൻ സിസ്റ്റമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ്, അഥവാ നമുക്ക് സാധാരണ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാനുണ്ടെങ്കിൽ അതെങ്ങനെയാണ്, അതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പം നമുക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ടച്ച് സ്ക്രീൻ മോണിറ്ററാണ്. കണ്ടില്ലേ, ഇത് തിൻ പീസ് ഒരു ടച്ച് സ്ക്രീൻ മോണിറ്ററാണ്. ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ കണ്ടില്ലേ, നമുക്ക് ക്വിക്കായിട്ട് ബില്ലടിക്കാനുള്ള ഓപ്ഷനുണ്ട്, ക്വിക്ക് ബില്ലിങ്ങിൻ്റെ ഓപ്ഷനുണ്ട്. അത് വളരെ ഈസി ആയിട്ട് ബില്ലടിക്കാവുന്ന. അതെല്ലാം നമുക്കിങ്ങനെ ടച്ച് ചെയ്തിട്ട് പേ ചെയ്തിട്ട് ക്യാഷ് പേ ചെയ്തിട്ട് ക്യാഷ് ഡ്രോവർ അടക്കം വർക്ക് ചെയ്യുന്നൊരു ഓപ്ഷൻ. ക്യാഷ് ഡ്രോവർ വർക്ക് ചെയ്യുന്നതൊരു കാണിച്ചു തരാം. ഇങ്ങനെ തൊട്ട് കഴിയുമ്പോൾ നമുക്ക് ക്യാഷ് ഡ്രോവർ ഇങ്ങനെ കണ്ടല്ലേ, പേ ബട്ടൺ ക്ലിക്ക് ചെയ്തു, ക്യാഷ് ഡ്രോവർ ക്ലിക്ക് ചെയ്ത് കണ്ടോ, ക്യാഷ് ഡ്രോവർ ഓപ്പൺ ആകും, ബില്ല് ക്ലിക്ക് ചെയ്യുമ്പോൾ ബില്ലും പ്രിൻ്റ് ആകും. ആ ഒരു ഫെസിലിറ്റി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് ബില്ല് കാണാൻ സാധിക്കും കണ്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ബഡ്ജറ്റ് എന്താകും ഇങ്ങനൊരു സിസ്റ്റം ഉണ്ടാക്കുമ്പോൾ? അപ്പോൾ ബഡ്ജറ്റിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഈ ടച്ച് സ്ക്രീനോട് ചേർന്ന് വരുന്ന PCകളുണ്ട്. അതായത് ഈ ടച്ച് സ്ക്രീനിൽ തന്നെ PCകളുള്ള ഘടിപ്പിച്ച PCകൾ. അതാകുമ്പോൾ നമുക്ക് കുറച്ച് ബഡ്ജറ്റ് കൂടുതലാവും. നമുക്ക് ഉദ്ദേശിക്കുന്ന കോൺഫിഗറേഷൻ കിട്ടത്തില്ല. സ്പീഡിൻ്റെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഹാർഡ് ഡിസ്കിൻ്റെ ഷോർട്ടേജ് ഉണ്ടാവും. ഷോർട്ടേജ് എന്ന് പറഞ്ഞാൽ കുറവുണ്ടാവും. പ്രോസസ്സർ നമ്മൾ ഉദ്ദേശിക്കുന്നത് കിട്ടത്തില്ല. അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഒരു ടച്ച് സ്ക്രീൻ മോണിറ്റർ വയ്ക്കാം, സെപ്പറേറ്റ് ഒരു ഇത് വയ്ക്കാം, ഏത് CPU. അപ്പോൾ ഇങ്ങനെ ഈ ഒരു CPUവിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് i5 പ്രോസസ്സർ, 4GB റാം, യാനി 500 GB SSD ആണ് ഈ ഒരു യാനി ഇതിനകത്ത് വെച്ചിരിക്കുന്നത്, ഈ ഒരു വിഷയത്തിനകത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റം നമുക്ക് മേടിക്കുമ്പോൾ ഏകദേശം 14,000 രൂപ. ഈവൻ ആമസോണിൽ പോലും ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് വിൻഡോസ് അങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. വിൻഡോസ് 10 വല്ലതും ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അത് മേടിച്ച് വയ്ക്കുക. അതിനെ ഈ ടച്ച് സ്ക്രീൻ മോണിറ്ററുമായിട്ട് ഘടിപ്പിക്കുക. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ ഒരു ടച്ച് സ്ക്രീൻ മോണിറ്റർ ഇൻഡസ്ട്രിയൽ ടച്ച് സ്ക്രീൻ മോണിറ്ററാണ്. ഇൻഡസ്ട്രിയൽ ടച്ച് സ്ക്രീൻ മോണിറ്റർ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ഞെക്കുമ്പോൾ ഉണ്ടല്ലോ, അവിടെ ഒരു കളർ മാറി വരാറുണ്ട്. അപ്പോൾ അതൊന്നും ഈ ഒരു മോണിറ്ററിന് വരത്തില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു ഇൻഡസ്ട്രിയൽ മോണിറ്ററാണിത്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂസ് എല്ലാം ഞാൻ ഈ സെയിം ചാനലിൽ തന്നെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടു കളയാം. അപ്പോൾ അതിന് നമുക്ക് 15,000 രൂപയിൽ കിട്ടും. ഈ തിൻ PC നിന്ന് തന്നെ കിട്ടും. ഇത് ആക്ച്വലി ഈ കമ്പനി ഉള്ളത് മഹാരാഷ്ട്രയിലാണ് കണ്ട. അപ്പം നമുക്ക് ആമസോണിൽ അവൈലബിൾ ഉണ്ടത്. ആമസോണിൽ കൂടി ബുക്ക് ചെയ്യാം. പിന്നെ അടുത്ത് നമുക്ക് കീബോർഡ് മൗസ് എന്നൊക്കെ പറയുമ്പം ഇത് രണ്ടും കൂടി പാക്കേജായിട്ട് 1000 രൂപയ്ക്കൊക്കെ കിട്ടും. ഈ ലോഗിടെക്കിൻ്റെ ഒക്കെ കീബോർഡ്. പിന്നെ സ്കാനറിൻ്റെ കാര്യം, ബാർകോഡ് സ്കാനർ, ഇത് ഇച്ചിരി കൂടിയ സ്കാനറാണ്. ഇത് ഹണിവെല്ലിൻ്റെ സ്കാനറാണ്. ഓക്കെ, ഹണിവെല്ലിൻ്റെ സ്കാനർ ഇച്ചിരി പ്രൈസ് കൂടുതലാണ്. 9,800, 10,000 ആ റേഞ്ചിൽ വരും. ഓൾമോസ്റ്റ് സെയിം സ്കാനർ റെസ്റ്റോളിൻ്റെ സ്കാനർ നമുക്ക് 6,100 രൂപ കിട്ടും. നല്ല മോഡൽ, അവർ 3,000 അങ്ങനെ എന്തൊരു പറഞ്ഞൊരു മോഡൽ, നല്ല മോഡലാണ്. അത് കിട്ടും. അതും പോരെങ്കിൽ നമുക്ക് ഈ സ്കാനർ ഉപയോഗിക്കാം. 2,500 രൂപയുള്ളൂ ഉണ്ടോ. ഈ സ്കാനർ ആണെങ്കിലും നമുക്ക് വാങ്ങി വെക്കാം. ഇതാകുമ്പോൾ ജസ്റ്റ് കൈകൊണ്ടെടുത്ത് സ്കാൻ ചെയ്യണം, അത്രേ ഉള്ളൂ അതിൻ്റെ കാര്യം. പിന്നെ നമുക്ക് അടുത്തത് ക്യാഷ് ഡ്രോവറിലേക്ക് വരാം. ക്യാഷ് ഡ്രോവർ, ഇതാണ് ക്യാഷ് ഡ്രോവർ കണ്ടോ. ഇപ്പോൾ ഈ സെയിം ക്യാഷ് ഡ്രോവർ നമുക്ക് ആമസോണിൽ അവൈലബിൾ ഉണ്ട് കണ്ടോ. ഇത് TVSൻ്റെ ബ്രാൻഡ് ഒട്ടിച്ച് വരുമ്പോൾ 5,000 സംതിങ് രൂപയാവും. ആമസോണിൽ ഇത് 3,700 രൂപ, 3,600 രൂപയ്ക്കൊക്കെ ആമസോണിൽ കിടപ്പുണ്ടത്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചാൽ മതി. സെയിം വർക്കിംഗ് എല്ലാം സെയിം, ഒരു ഇഷ്യൂസും ഇല്ല. ഇതുപോലെ തന്നെ സെയിം സ്കാനർ ആമസോണിൽ അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് നമുക്ക് തെർമൽ പ്രിൻ്ററാണ്. നമ്മളിപ്പോൾ ഈ 3 ഇഞ്ച് ഓട്ടോ കട്ട്, അതായത് 80mm ഓട്ടോ കട്ട് തെർമൽ പ്രിൻ്ററാണ്. എക്സ്പ്രിൻ്ററിൻ്റെ പ്രിൻ്ററാണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ ചൈനയാണ്. പക്ഷേ ഇതിന് യാതൊരുവിധ കംപ്ലയിൻറ്റും വരത്തില്ല. കംപ്ലയിൻറ്റ് വന്നാൽ തന്നെ സർവീസ് ചെയ്യാൻ ഹൈദരാബാദിൽ എൻ്റെ സ്പേസ് ഉണ്ട്. അപ്പോൾ ഈവൻ റെയിൻടെക് സോഫ്റ്റ്വെയർ ലിമിറ്റിലാണെങ്കിൽ എൻ്റെ കസ്റ്റമേഴ്സിന് ഞാനത് റെഫർ ചെയ്യാറുണ്ട്. ഇൻ കേസ് വന്നാൽ ഇതിന് ഹെഡ് മാത്രമേ പോകാറുള്ളൂ. ഹെഡ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നുമില്ല. കാരണം ഇതിനകത്ത് ഇങ്കോ ക്യാട്രിഡ്ജോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സൈസ് പ്രിൻ്ററാണിത്. ഈ ഒരു പ്രിൻ്റർ, ഈ 80mm ഓട്ടോ കട്ട് തെർമൽ പ്രിൻ്റർ. കാരണം ഇത് ഡയറക്റ്റ് തെർമലാണ്, അതുകൊണ്ടാണ് ഇങ്കിങ് ക്യാട്രിഡ്ജോ ഒന്നും ഇല്ലാത്തത്. അപ്പോൾ ഇത് നമുക്ക് 5,100 രൂപയ്ക്ക് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ് ഈ ഒരു പ്രിൻ്റർ. ഓക്കെ, പിന്നെ അടുത്തത് വന്നിട്ട് നമുക്ക് ലൈവ് വെയിങ് മെഷീൻ. എന്താണ് സാധാരണ വെയിങ് മെഷീൻ ലൈവ് വെയിങ് മെഷീൻ തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ ഈ ഒരു സോഫ്റ്റ്വെയറിനകത്ത് നമുക്ക് ലൈവ് വെയിങ് മെഷീൻ ചിലപ്പോൾ എനേബിൾ ചെയ്തു കേട്ടോ. ഞാനിപ്പോൾ ഒരു വെയിറ്റ് എടുത്ത് ഇതിൻ്റെ മുകളിൽ വയ്ക്കാമെന്ന് വെച്ചു. ഫോർ എക്സാമ്പിൾ ഈ ഒരു ക്യാബേജ് 795 ഗ്രാമേ ഉള്ളൂ. ഇന്ന് രാവിലെ നോക്കിയപ്പോൾ 800 ഉണ്ടായിരുന്നു. ഓരോ സമയം കഴിയുമ്പോൾ ഇതിൻ്റെ വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുക.
അപ്പോൾ ആ സെയിം വെയിറ്റ് ഇവിടെ തന്നെ കാണിക്കും, നമ്മുടെ സോഫ്റ്റ്വെയറിൽ തന്നെ കാണിക്കും. കണ്ടോ? അപ്പോൾ അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലിയർ ചെയ്തിട്ട് ന്യൂ ബില്ലായി കാണിച്ചു തരാം. ഇപ്പോൾ ഈ 795 ഗ്രാം ഇവിടെ കണ്ടില്ലേ? ഇവിടെ നമ്മൾ ജസ്റ്റ് ആ ക്യാബേജിലൊന്ന് തൊട്ട് കൊടുത്തു ഞാൻ. കേട്ടോ? ആ ക്യാബേജിൻ്റെ ക്വാണ്ടിറ്റിയുടെ അനുസരിച്ച് പ്രൈസ് ഇവിടെ കാൽക്കുലേറ്റ് ആയി. നമ്മളിപ്പോൾ പേ കൊടുത്തു, പിന്നെ ക്യാഷ് കൊടുത്തു. അപ്പോൾ ഉണ്ട് ക്യാഷ് ഡോർ തുറന്നു. കണ്ടോ? ബില്ലടിച്ചു ഏത്. അപ്പോൾ ഇതിനകത്ത് കാണാൻ സാധിക്കും 30 രൂപയാണ് ഇതിൻ്റെ 1 കിലോയുടെ റേറ്റ്. 800 ഗ്രാമിന്, അതായത് 795 എന്നുള്ള ഗ്രാമിന് 24 രൂപയായി. കണ്ടോ? അത് റൗണ്ട് ചെയ്ത് 800 ആക്കിയതാണ്. 5 ഗ്രാം റൗണ്ട് ചെയ്തെടുത്തു. അപ്പോൾ ആ ഒരു കിലോയുടെ പ്രൈസ് ഇട്ട് കഴിഞ്ഞാൽ അത് എത്ര ഗ്രാമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ബില്ലടിച്ച് തരും. അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട് ഈ ലൈവ് വെയിങ് മെഷീൻ. ഇതിന് ഫോണക്സിൻ്റെ ലൈവ് വെയിങ് മെഷീനാണ്, ഫോണക്സ് കമ്പനി. ഇതിന് 6900 രൂപ വരും. അപ്പോൾ ഈ ഒരു ഫോണക്സ് മെഷീനകത്ത് തന്നെ ബാറ്ററി എല്ലാം ഉണ്ട്. പ്ലസ് ഇതിനകത്ത് നിന്നൊരു USB കേബിൾ എടുത്ത് നമ്മൾ കമ്പ്യൂട്ടർ കുത്തിയേക്കുക, അത്രേ ഉള്ളൂ. അത് കണക്ട് ചെയ്ത് കൊടുക്കണം. വളരെ സിമ്പിളായിട്ട് അത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഡിവൈസാണത്. പിന്നെ നമുക്ക് അടുത്ത് കാണാനുള്ളത് നമ്മുടെ ഈസി പേഴ്സിൻ്റെ പ്രിൻ്ററാണ്. ഈസി പേഴ്സിൻ്റെ പ്രിൻ്റർ ഇത് ബാർകോഡ് പ്രിൻ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കളെ. നമുക്കിവിടെ ഇത് ലോഗ് ഔട്ട് ചെയ്തിട്ട് 1 2 3 4 ബാക്ക് ഓഫീസിൽ പോയിട്ട് നമുക്കിവിടെ ബാർകോഡ് പ്രിൻ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ കുറേ അധികം ഐറ്റംസിൻ്റെ ഒക്കെ ഇങ്ങനെ സെലക്ട് ചെയ്താണെങ്കിൽ പ്രിൻ്റ് ചെയ്യാം നമുക്ക് ബാർകോഡുകൾ. കണ്ടോ? ഇങ്ങനെ സെലക്ട് ചെയ്യുക, ബാർകോഡുകൾ വരും പെട്ടെന്ന് തന്നെ. നമ്മൾ ആ പ്രിൻ്റർ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തേക്കുക. പ്രിഫറൻസസ് ഇത് 2/1 ഇഞ്ചാണ്. ഞാനിപ്പോൾ പ്രിൻ്റ് ചെയ്യാൻ പോവുക. അപ്പോൾ അവിടെ അപ്ലൈ ചെയ്തു, പ്രിൻ്റ് ചെയ്തു. ഇപ്പോൾ പ്രിൻ്റ് വരും. ഇത് നമുക്ക് സ്പീഡ് കൂട്ടിയും കുറച്ചൊക്കെ ഇടാം. നമ്മൾ ബാർകോഡ് പ്രിൻ്റ് ചെയ്യുമ്പോൾ കുറച്ച് സ്പീഡ് കുറച്ചിരുന്നതായിരിക്കും നല്ലത്. കാരണം ഇതുണ്ട്, അതിൻ്റെ ഷാർപ്പ്നെസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്പീഡ് കുറച്ചിട്ടാൽ മതി. അപ്പോൾ നല്ല ഷാർപ്പിൽ പ്രിൻ്റ് ആയിക്കോളും. അപ്പോൾ ഇതിനകത്ത് 2 തരം കോഡിംഗ് ഉണ്ട്. ഇതിനകത്ത് ഒന്ന് കോഡ് 39 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, പിന്നെ കോഡ് 128 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. രണ്ടും ഈ ഒരു സോഫ്റ്റ്വെയറിനകത്തുണ്ട്. അത് ബാർകോഡിനെ പറ്റി കൂടുതൽ അറിയാവുന്നവർക്ക് ഈ കോഡിങ്ങിനെ പറ്റി അറിയാമായിരിക്കും. കോഡ് 128 ഒരു പെയ്ഡ് വേർഷനാണ്. പെയ്ഡ് വേർഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയറിൽ അത് ഓൾറെഡി ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതിന് പ്രത്യേകിച്ച് പെയ്ഡൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഈ ഒരു ഞാൻ ഈ ബാർകോഡ് പ്രിൻ്ററിന് നമുക്ക് 9100 രൂപയാകും. ഞാൻ മുമ്പേ മറ്റു പല വമ്പൻ ബ്രാൻഡുകളുമാണ് വിറ്റുകൊണ്ടിരുന്നത്. പക്ഷേ വമ്പൻ ബ്രാൻഡുകൾക്കൊന്നും സർവീസ് ഇല്ലാത്തതുകൊണ്ട് അതെല്ലാം നിർത്തി. അപ്പോൾ ഇതെന്ന് പറയുന്നത് കൊച്ചിയിലൊരു ഔട്ട്ലെറ്റ് ഉണ്ട് ഇതിന്, നമ്മുടെ കൊച്ചിയിൽ. അപ്പോൾ അവർ ഇത് സർവീസ് ചെയ്ത് തരും. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാലും സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിന് കസ്റ്റമർ കെയർ നമ്പർ ഉണ്ടല്ലോ. അപ്പോൾ അവർ പ്രോപ്പറായിട്ട് ചെയ്തു തരുന്നതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഈവൻ എന്തെങ്കിലും ഇഷ്യൂസ് ഒന്നും ഇതുവരെ വന്നാൽ തന്നെ അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്ത് തരും. റെസ്പോൺസിബിലിറ്റി ഉള്ളതുകൊണ്ട് മാത്രം ഈ ഒരു പ്രിൻ്റർ വിൽക്കുന്നു. മറ്റു ബ്രാൻഡുകൾ തരം താഴ്ത്താനൊന്നുമല്ല. കാരണം ഈ ഞാൻ ഇപ്പോൾ ഹാർഡ്വെയർ കൊടുക്കുന്നു, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ കൊടുക്കുന്നു, നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റുകൾക്ക് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ കസ്റ്റമർ കെയർ തന്നെ ടൈറ്റായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഇഷ്യൂ ഇല്ലാത്തൊരു പ്രോഡക്റ്റുകൾ നമ്മൾ കൂടുതലും ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഹാർഡ്വെയറുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു POS സിസ്റ്റം റൺ ചെയ്യാൻ സാധിക്കും. അപ്പം നമുക്ക് പല കാര്യങ്ങളും ഇതിനകത്ത് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മൾ ഇപ്പോൾ ഈ ഒരു വെയിങ് മെഷീൻ, ഇവിടെ ലൈവ് വെയിങ് മെഷീൻ കണ്ടു. ഇതിൻ്റെ പഴയ മോഡൽ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ. ഇതുണ്ടോ ഇത്തരം വെയിങ് മെഷീൻസ്, അതായത് ബട്ടൺ ടൈപ്പ് വെയിങ് മെഷീൻ. ഇവിടെ പുറത്ത് ബാർകോഡ് വരും. നമ്മളിങ്ങനെ ഒരു വെയിറ്റ് എടുത്തിട്ട് ഇതിൻ്റെ പുറത്ത് വെച്ചു. അതിനുശേഷം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ബട്ടൺ, അതിൻ്റെ കൺസേൺഡ് ആയിട്ടുള്ള ഒരു ബട്ടൺ കുത്തിയിട്ട് പ്രിൻ്റ് അടിക്കുക. അപ്പോൾ ഇവിടെ ബാർകോഡ് പ്രിൻ്റ് ആകും. കണ്ടോ? ആ ബാർകോഡ് ഇതിനെ മുകളിലൊട്ടിക്കുക. അതിനുശേഷം കൗണ്ടറിൽ കൊണ്ട് സ്കാൻ ചെയ്ത് പ്രിൻ്റ് അടിക്കുക. പക്ഷേ ഇതിപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ അവിടെ ഒരാൾ നിർത്തേണ്ട ഒരു ആവശ്യം വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതിനകത്ത്. കാരണം ഒരു എക്സ്ട്രാ മാൻ പവർ നമ്മളവിടെ കൊടുക്കേണ്ടതായിട്ടുള്ളൊരു അവസ്ഥ വരുന്നുണ്ട്. കാരണം അത് ഓപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ കസ്റ്റമേഴ്സിനെ കൊണ്ട് പറ്റത്തില്ല. അത് കാരണം നമ്മളത്, പിന്നെ അത് തന്നെയല്ല അതിൻ്റെ പ്രൈസ് വന്നിട്ട് ഇത് ഏറ്റവും കുറഞ്ഞ പ്രൈസാണ് 18000 രൂപ. ഇത് ശരിക്കും പറഞ്ഞാൽ ബോംബെയിലാണ് ഈ കമ്പനി ഇതിൻ്റെ മാനുഫാക്ചറർ. പ്ലസ് ഇതേ സെയിം ഫീച്ചേഴ്സുള്ള ഇവിടെയുള്ള വൻപൻ ബ്രാൻഡുകൾക്കൊക്കെ 36,000 രൂപ വരെ ഈ ഒരു മെഷീനത്തിന് പ്രൈസ് ഉണ്ടാകും. ഇതാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ഈ സോഫ്റ്റ്വെയറായിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. അതല്ല ലൈവ് ഉപയോഗിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഇത് 30 kg വരെയാണ്. അത് 30 kg വരെയാണ് ഇതിൻ്റെ കപ്പാസിറ്റി. 30 kg കപ്പാസിറ്റിയാണ്. ഇതിനും നമ്മുടെ ലീഗൽ മെട്രോളജി സ്റ്റാമ്പിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിനുമുണ്ട് ലീഗൽ മെട്രോളജി സ്റ്റാമ്പിങ്ങും കാര്യങ്ങളെല്ലാം. അപ്പോൾ അത് ഉപയോഗിക്കാം. പിന്നെ പ്രിൻ്ററിൻ്റെ കാര്യത്തിൽ നമുക്കിപ്പോൾ ഇങ്ങനെയുള്ള ചൈനീസ് പ്രിൻ്റർ അല്ലെങ്കിൽ എക്സ് പ്രിൻ്റർ വേണ്ട ഉള്ള ആൾക്കാർക്ക് എപ്സണിൻ്റെ പ്രിൻ്റർ വാങ്ങി വെക്കാം. സംഗതി പെർഫോമൻസ് എല്ലാം സെയിം ആസ് ഇറ്റ് ഈസ് ആണ്. പ്രിൻ്റ് ക്വാളിറ്റി എല്ലാം സെയിം ആണ്. ഓൺലി പ്രൈസിൻ്റെ കാര്യത്തിൽ നല്ല വ്യത്യാസമുണ്ട്. പ്രിൻ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വേറൊരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എപ്സണ്
കമ്പാരിറ്റീവ്ലി വെയിറ്റ് കൂടുതലുണ്ട് അതിന് ഒന്ന്, നമ്പർ 1. നമ്പർ 2, അത് അതിൻ്റെ ഒരു സ്പീഡും പെർഫെക്ഷനും ഒരു പ്രത്യേകത ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പ്ലസ് ഞാൻ ഇന്ന് വരെ ഒരു പ്രിൻ്ററിലും കണ്ടിട്ടില്ല പേപ്പർ ഇട്ട് അടയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഫസ്റ്റ് കട്ടടിക്കുന്ന ഒരു സിസ്റ്റം. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് അത് കാണിച്ചു തരാം നിങ്ങളെ. അതൊന്ന് കണ്ടു കളയാം, നല്ലൊരു ഓപ്ഷനാണ് അത്. നമ്മളിപ്പോൾ ഇങ്ങനെ പേപ്പർ ഇട്ടിട്ടു ഇങ്ങനെ അടച്ചു, അപ്പോൾ ഈ പോർഷൻ കട്ടായിട്ടില്ല, കണ്ടില്ലേ? നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ബില്ല് അടച്ചു കഴിഞ്ഞാൽ എക്സ്ട്രാ വരുന്ന പേപ്പർ ആ കൂട്ടത്തിൽ തന്നെ വരും. ഞാൻ കാണിച്ചു തരാം അത്. കണ്ടില്ലേ, ഇവിടെ മുതലാണ് പ്രിൻ്റായ. അടുത്ത ബില്ല് കറക്റ്റായിട്ട് വരും. അടുത്ത ബില്ല് കറക്റ്റ്. ഇത് ആദ്യത്തെ ഒരു ബില്ല് നമുക്കിങ്ങനെ എക്സ്ട്രാ നമ്മൾ വലിച്ച് പുറത്തേക്ക് വെച്ച പേജ് പുറത്തേക്ക് വന്നു കഴിഞ്ഞു. പക്ഷേ എപ്സണിൻ്റെ പ്രിൻ്ററിനകത്ത് അങ്ങനെയല്ല. നമ്മൾ ഫസ്റ്റ് ഇട്ട് അടയ്ക്കുമ്പോൾ തന്നെ അവിടെ ഒരു ഫസ്റ്റ് കട്ട് ഉണ്ടാവും. അതാണ് എപ്സണിൻ്റെ പ്രിൻ്ററിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. പക്ഷേ അതിൻ്റെ പ്രൈസും കുറച്ച് കൂടുതലാണ്. ഒരു നല്ലൊരു ബ്രാൻഡാണത്. നമുക്ക് ഇതിനും യാതൊരുവിധ കംപ്ലൈൻറ്റും ഉണ്ടാകത്തില്ല. ഈ ഒരു പ്രിൻ്ററിന് നല്ല രീതിയിൽ ഓടുന്ന ഒരു പ്രിൻ്ററാണ്. ATM ഓട്ടോക്കട്ട് തെർമൽ പ്രിൻ്റർ. റഫായിട്ട് യൂസ് ചെയ്യാൻ പോകും, നോ പ്രോബ്ലം. പിന്നെ ഇതിൻ്റെ പ്രൈസും അത്രേ ഉള്ളൂ, 5100. പിന്നെ നമുക്ക് കാണാനുള്ളത് കുറച്ച് ആക്സസറീസാണ്. ആക്സസറീസ് നമ്മളിത് ബില്ലടിക്കുന്ന പേപ്പർ, ഇത് 50 മീറ്റർ എന്നും പറഞ്ഞാണ് ഈ പേപ്പർ തന്നെ. ഒരു 10-35 മീറ്ററൊക്കെ പ്രാക്ടിക്കലി ഉണ്ടാവും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ളതാണ്. ഈ ബില്ല് തെർമൽ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. കണ്ടോ, അതിൽ വന്ന പ്രിൻറ്റിൻ്റെയൊക്കെ ഷാർപ്നെസ് കണ്ടില്ലേ? എക്സ്ട്രീം ഷാർപ്പാണ്, എക്സ്ട്രീം. കാണുന്നില്ലേ? യാതൊരുവിധ പടർച്ച കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു പ്രിൻ്ററിന്. പിന്നെ നമുക്ക് കാണേണ്ടത് ഈ ഒരു സംഭവം. ഇത് നമുക്ക് ബാർകോഡ് അടിക്കാം. സെയിം ഈ സ്റ്റിക്കറാണ്. ഇത് കണ്ടില്ലേ? ഇതിന് 350 രൂപയോളം ഇതിന് പ്രൈസുണ്ട്. 4000 സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ ആമസോണിൽ വിൽക്കുന്ന സെയിം പ്രോഡക്റ്റാണ്. ശരിക്കുമുള്ളത് 3500 ടു ബി ഫ്രാങ്ക്. പിന്നെ ഇതിൻ്റെ പ്രൈസ് പറഞ്ഞില്ലായിരുന്നു ഈ ഒരു പേപ്പർ റോളിൻ്റെ. ഇത് 58 രൂപയാണ് ആമസോണിലെ പ്രൈസ്. നമ്മൾ കൊച്ചിയിലൊക്കെ ചില സ്ഥലങ്ങളിൽ ഹോൾസെയിലായിട്ട് കിട്ടും, 40 രൂപയ്ക്കൊക്കെ കിട്ടും. ഇത് സെയിം. ഇത് ബ്ലൂ കളർ കാർബണും ഉണ്ട്, ബ്ലാക്ക് കളറും ഉണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ബില്ലടിക്കുമ്പോൾ നമുക്ക് ബ്ലൂ കളറിൽ കാണാൻ സാധിക്കും. അത് വേറെ ഒന്നുമില്ല, അതിൻ്റെ കാർബണിൻ്റെ ഡിഫറൻസാണ്. പിന്നെ ഉള്ളത് നമുക്ക് റിബണാണ്. ഇത് ഒരുപാട് പേർക്ക് ഒരു ഇഷ്യൂ വരുന്ന ഒരു സംഗതിയാണിത്. റിബൺ നമ്മൾ വില കുറഞ്ഞ റിബണൊക്കെ വാങ്ങിച്ചു കഴിയുമ്പോൾ ഈ പ്രിൻറ്റിൻ്റെ ആ ഷാർപ്പ്നെസ് ഉണ്ടാവത്തില്ല. അതായത് നമ്മളിങ്ങനെ പ്രിൻറ്റ് ചെയ്ത് നല്ല ഷാർപ്പായിട്ട് പ്രിൻറ്റ് വരത്തില്ല. അപ്പം നമ്മൾ വിചാരിക്കും പ്രിൻ്ററിൻ്റെ കംപ്ലൈൻ്റ് ആണ്. ശരിക്കും പ്രിൻ്ററിൻ്റെ കംപ്ലൈൻ്റ് അല്ലത്. അതായത് ഈ ഒരു കാർബൺ, ഇതിനകത്ത് കറുത്ത കാർബൺ ആണല്ലോ, ഇതാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഈ കാർബൺ കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റി പ്രിൻ്റ് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും പ്രിൻ്ററിൻ്റെ ഇഷ്യൂ ആണ്, നമുക്ക് പ്രിൻ്റർ റീപ്ലേസ് ചെയ്യണം, അങ്ങനെയൊക്കെ വിചാരിക്കും. ശരിക്കും പറഞ്ഞ് ഈ കാർബൺ ഒന്ന് റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിനും എക്സ്പയറി ഒക്കെ ഉള്ളൊരു സാധനമാണ്. കാരണം കുറേ നാൾ ഇതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇത് വർക്ക് ചെയ്യത്തില്ലാത്ത, അതായത് അതിൻ്റെ ആ ഒരു എഫിഷ്യൻസി നഷ്ടപ്പെട്ട് കറക്റ്റായിട്ടുള്ള ഔട്ട്പുട്ട് തരില്ല. അതായത് പ്രിൻ്റ് ഷാർപ്പായിട്ട് വരത്തില്ല, അങ്ങനെയുള്ളൊരു ഇഷ്യൂ ഉള്ളൂ. ഇത് വാക്സ് റിബണാണ്. ഈ റിബൺ തന്നെ 3-4 ടൈപ്പ് ഉണ്ട്. വാക്സ് ഉണ്ട്, റെസിൻ എന്ന് പറഞ്ഞ വേറൊരു മോഡലുണ്ട്, വാക്സ് റെസിനും ഉണ്ട്. ഈ വാക്സ് റെസിൻ ആൻഡ് വാക്സ് റെസിനൊക്കെ ഉപയോഗിക്കുന്നത് സിന്തറ്റിക് ടാഗുകൾ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്കിപ്പോൾ ഉപയോഗിക്കുന്നത് ഇതൊക്കെ പേപ്പർ ടാഗുകളാണല്ലോ, ഇതൊക്കെ പേപ്പറുകൾ. ഇത്തരം തന്നെ സിന്തറ്റിക് ടാഗുകൾ വരുന്നുണ്ട്, അതായത് പ്ലാസ്റ്റിക് ടാഗുകൾ. അതിലൊക്കെ നമുക്ക് ഈ വാക്സ് റിബൺ വെച്ച് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തെറ്റിക്കളിക്കും. അപ്പം പ്ലാസ്റ്റിക് ടാഗ് അല്ലെങ്കിൽ സിന്തറ്റിക് ടാഗ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വാക്സ് റെസിൻ അല്ലെങ്കിൽ വാക്സ് റെസിൻ എന്ന് പറഞ്ഞ 2 മോഡൽ അവൈലബിൾ ആണ്. എല്ലാം വേറെ വേറെ. അത്തരം റിബണുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ കുറേ റിബണുകൾ ഞാനിവിടെ വാങ്ങിച്ച് ഞാൻ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പല കളറിൽ ഇതൊക്കെ കണ്ടോ, റെഡ് കളറ്, പിന്നെ അതുകൂടാണ്ട് ഗ്രീൻ കളറ്, ഇതെല്ലാം നമ്മളിവിടെ മേടിച്ച് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം. പിന്നെ ഉണ്ട് ബ്ലൂ കളർ, കണ്ടില്ലേ? ബ്ലൂ കളർ. അങ്ങനെ ഒരുപാട് ഇതുണ്ട്. ബ്ലൂ ആണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് റിബൺസ് ഉണ്ട്. അപ്പം നമുക്കിപ്പോൾ ബാർകോഡുകൾ ഇപ്പോൾ പല കളറിൽ അടിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ പോസിബിളാണ്. എവറിത്തിങ് ഈസ് പോസിബിൾ. അങ്ങനെയുള്ള ഫെസിലിറ്റി, അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട് ഈ ഒരു ബാർകോഡ് പ്രിൻറ്റിങ്ങിൽ. നമുക്കിപ്പം റെഡ് കളറിൽ അടിക്കണം, ഓഫ് കോഴ്സ് പോസിബിൾ. അപ്പോൾ ഇപ്പം നമുക്ക് കുറേ ഐഡിയാസ് കിട്ടിക്കാണും ഇതിൻ്റെയൊക്കെ പ്രൈസും ഒരു സിസ്റ്റം കാര്യങ്ങൾ. പിന്നെ ഈ ഉപയോഗിച്ചിട്ടുള്ള സോഫ്റ്റ്വെയർ റെയിൻടെക് ടച്ച് കൺട്രോൾ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറാണ്. റെയിൻടെക് POS ബില്ലിംഗ് സോഫ്റ്റ്വെയർ വളരെ ഈസി ആയിട്ട് അത് സാധാരണക്കാർക്കും ഈവൻ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് വന്ന് കടയിൽ ഇരുന്നാൽ പോലും വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. ഇതിനകത്ത് നമ്മളിപ്പോൾ മുമ്പേ കണ്ടതുകൊണ്ട് വെയിങ് മെഷീൻ കൂടി വർക്ക് ചെയ്യാം. ഇപ്പം ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ നമ്മളിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് സ്കാൻ ചെയ്തു കേട്ടോ, സ്കാൻ ചെയ്ത് വേണമെങ്കിൽ വർക്ക് ചെയ്യാം. കണ്ടില്ലേ? വളരെ ഈസി ആയിട്ട് നമുക്ക് ബില്ലടിക്കാം. അതായത് സാധാരണക്കാർക്ക് വരെ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ. പ്രായം ചെന്നവർക്കും
ഇപ്പോൾ നമുക്ക് ഷോപ്പൊക്കെ തുടങ്ങിയിട്ട് ചിലപ്പോൾ നമ്മൾ ഗൾഫിലൊക്കെ പോകും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സോഫ്റ്റ്വെയറാണ് റെയിൻടെക് ടച്ച് കൺട്രോൾ. ഇതിൻ്റെ തന്നെ ഇതിപ്പോൾ ഓഫ്ലൈൻ ബില്ലിംഗ് സോഫ്റ്റ്വെയറാണ്. SQL ഡേറ്റാബേസ് VB.NET പ്രൊജക്റ്റാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ തന്നെ ഓൺലൈൻ റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിനും വർക്ക് ഇപ്പോൾ പ്രോഗ്രസിംഗ് ആണ്. അതായത് നമുക്ക് ഗൾഫ് രാജ്യങ്ങളിലിരുന്ന് തന്നെ ഇതൊക്കെ കാണാം, അവിടെ നിന്ന് പർച്ചേസ് എൻട്രിയൊക്കെ ചെയ്യാം. അങ്ങനെയുള്ള ഫെസിലിറ്റിയൊക്കെ നമ്മൾ ഇതിൻ്റെ ബാക്കെൻഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ പ്രൊഡക്ഷൻ ടീം. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിന് കേരളത്തിൽ എവിടെയാണെങ്കിലും അത് വിദേശത്തായിക്കോട്ടെ അല്ലെങ്കിൽ ഓൾ ഓവർ ഇന്ത്യ എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ, സോഫ്റ്റ്വെയർ സംബന്ധമായ ആവശ്യങ്ങൾ, ഹാർഡ്വെയറുകൾ ഇതിനെല്ലാത്തിനും വിളിക്കാം, നമുക്കത് പ്രൊവൈഡ് ചെയ്യാം, സപ്ലൈ ചെയ്യാം. നമ്മുടെ കസ്റ്റമർ കെയർ ടീമുണ്ട്, അവർ ഇൻസ്റ്റാൾ ചെയ്ത് ഹെൽപ്പ് ചെയ്ത് തരും. അപ്പോൾ പ്രൊഡക്റ്റുകൾ അപ്ലോഡ് ചെയ്യാനും എല്ലാം. അപ്പോൾ ഈ ചാനലിൽ തന്നെ മറ്റു പല വീഡിയോസ് ഉണ്ട്, അതൊന്ന് കാണുക. ഇത് ഈ പ്രൊഡക്റ്റുകളൊക്കെ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത്, ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊഡക്റ്റ് വരുന്ന ടെക്നോളജി വരെ ഈ സോഫ്റ്റ്വെയറിനകത്തുണ്ട്. അതായത് നമ്മൾ ജസ്റ്റ് പ്രൊഡക്റ്റിൻ്റെ പേര്, ഈ പ്രൊഡക്റ്റിൻ്റെ പേരടിച്ചാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് ആ ഇമേജ് ഇവിടെ കൊണ്ട് സേവ് ചെയ്യുക. അല്ലാണ്ട് നമ്മൾ 1 by 1 ആയിട്ടൊന്നും സേവ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു സോഫ്റ്റ്വെയറാണ് റെയിൻടെക് ടച്ച് കൺട്രോൾ. ഇത് GST എഡിഷനാണ്. അപ്പോൾ വാറ്റ് എഡിഷനും ഉണ്ട് ഇതിൻ്റെ. അതായത് ക്ലിയർ ടച്ച് എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ അതങ്ങനെയുണ്ട്. പിന്നെ അതല്ല, ഇപ്പോൾ നമുക്ക് എൻ്റർപ്രൈസസ് പോലുള്ള സ്ഥാപനങ്ങൾക്ക് ഫുൾ ആൻഡ് ഫുൾ ERP ബേസ്ഡ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ വേണം, അക്കൗണ്ടിംഗ് ഒക്കെ ഒരുപാട് ഫീച്ചേഴ്സ് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ റെയിൻടെക്കിൻ്റെ ഹൈപ്പർ എഡിഷനോ അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകൾ തന്നെ ചൂസ് ചെയ്യാം. Thank you so much for watching this video. Thank you. Bye-bye.